യെരൂശലേമൻ ഇമ്പവീടേ എപ്പോൾ ഞാൻ വന്നു ചേരും ധരണിയിലെ പാടും കേടും എപ്പോളിങ്ങൊഴിയും ധരണിയിലെ പാടും കേടും എപ്പോളിങ്ങൊഴിയും ചേരും
ശബ്ദം അരികിൽ കണ്ടിടും. ജീവനദി ഇമ്പശബ്ദം മേവിയതിലൂടെ പോവതും ഈരാറു വൃക്ഷം നിൽപ്പതും മൂടി പോവതും നിൽപ്പതും മൂടി. യെരൂശലേമിൻ അധിപനീശോ പിതാവേ,
ഞങ്ങളുടെ വാത്സല്യ മാതാവിൻ്റെ അടക്ക ശുശ്രൂഷ ഇന്ന് പകൽക്കാലം ഭവനത്തിൽ വെച്ച് നടന്നു. ഈ ഡെഡ് ബോഡി സംസ്കരിപ്പാൻ ഞങ്ങൾ സെമിറ്ററിലേക്ക് വന്നിരിക്കുകയാണല്ലോ. ദീർഘനാളുകൾ ജീവിച്ച് ദൈവസന്നിധിയിലേക്ക് മാറ്റപ്പെട്ട നിന്റെ മകള് കർത്താവെ താൽക്കാലികമായി ശ്രമിപ്പാൻ കർത്താവെ കല്ലറയിൽ സംസ്കരിക്കുന്നുവെങ്കിലും ആസന്ന നാളുകളിൽ തന്നെ കർത്താവിൻ്റെ കാഹളം ധരിക്കുമ്പോൾ ഞങ്ങളുടെ പ്രിയ മാതാവ് ഉയർത്തുന്നേറ്റ് ദൈവസന്നിധിയിൽ എത്തിച്ചേരുമെന്നുള്ള പ്രത്യാശ ഞങ്ങൾക്കുള്ളതിനായി ഞങ്ങളെ സ്നേഹിച്ചവരും ഒരുമിച്ച് ആരാധിച്ചവരുമായ പലരോടും ഞങ്ങൾ യാത്ര പറയുമ്പോൾ ഇതുപോലൊരു ദിവസം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ കരുതുന്നു. ആസന്ന നാളുകളിൽ തന്നെ ഞങ്ങൾ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ കാഹളം മുഴങ്ങും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുമല്ലോ. ആ നിരയിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മച്ചി ഉയർത്തെഴുന്നേൽക്കുന്നതോർത്ത് ഞങ്ങൾ തന്നെ വാഴ്ത്തുന്നു. ഇന്നത്തെ ശുശ്രൂഷ എല്ലാം അനുഗ്രഹമാക്കിയ ദൈവമേ, ഈ അടക്ക ആരാധനയും അനുഗ്രഹമായി തീരുവാൻ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്തദാസന്മാരെ നീ അഭിഷേകം ചെയ്ത് ശുശ്രൂഷയ്ക്കായി ബലപ്പെടുത്തിക്കൊള്ളും. കൂടി വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും സ്തോത്രം. മറ്റൊരു മക്കളെ, സ്വന്തക്കാരെ, മിത്രങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണം. എല്ലാവരും പ്രത്യാശയോടെ നിന്റെ ദാസിയോട് യാത്ര പറയട്ടെ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കർത്താവേ, നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്ന് അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ആ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയാകുന്നു. അത് രാവിലെ തഴച്ച് വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെ നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങളൊരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരയണമേ. എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ചെരുവാലയിൽ വരാനായ സിയോ കുരുവിളയുടെ സഹധർമ്മിണി അന്നമ്മ കുരുവിള 85 വയസ്സെന്ന് പറയുന്ന ഞങ്ങളുടെ വാത്സല്യ അമ്മച്ചി അൻപ്രിയമച്ച കർത്താവിന്റെ സന്നിധിയിലേക്ക് തിങ്കളാഴ്ച രാത്രി 10:30 ചേർക്കപ്പെടുവാനിടയായി തീർന്നു. ആ നിമിഷം വരെയും കർത്താവിന്റെ സാന്നിധ്യവും ആശ്വാസവും ധൈര്യവും സമാധാനവും ഒക്കെ ഓരോ ഹൃദയങ്ങളിലേക്കും നൽകി ധൈര്യപ്പെടുത്തുകയും അന്നുപോലെ ആരംഭിച്ച ശുശ്രൂഷകളൊക്കെ ഏറ്റവും ഭംഗിയായി നിർവഹിപ്പാൻ കർത്താവ് സഹായിച്ചു. കാലഭാരത്തിലെ ശുശ്രൂഷകൾ ഏറ്റവും ഭംഗിയായി അനുഗ്രഹമായ രീതിയിൽ നിർവഹിപ്പാൻ കർത്താവ് ദാസന്മാരെയും കുടുംബാംഗങ്ങളെയും ഉപയോഗിച്ചോർത്ത് സ്തോത്രം ചെയ്യുന്നു. മറ്റുള്ള പുരുഷന്മാർ സ്തേഫാനോസിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തതുപോലെ ഏറ്റവും ശ്രേഷ്ഠവും ധന്യവുമായ അനുഗ്രഹമായ ഒരു നല്ല യാത്രയപ്പ് വാത്സല്യ അമ്മച്ചിയുടെ ഭൗതിക ശരീരം നൽകുവാൻ ഇത് പൽക്കാലം ദൈവം എല്ലാ സാഹചര്യങ്ങളും നമുക്ക് അനുകൂലമാക്കി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കാലാവസ്ഥയിൽ ദൈവം അനുകൂലമാക്കിയല്ലോ. എത്ര സമയത്ത് എത്തിച്ചേരുവാനൊക്കെ ദൈവം അസംഗതിയാക്കിയതിനായി നിങ്ങൾ ദൈവത്തിന് മഹത്വം അർപ്പിക്കും. എന്റെ ബാല്യം മുതല് എന്റെ മരണം വരെയുള്ള എല്ലാ ജീവിത നിമിഷങ്ങളിലും മറ്റുള്ളവർക്ക് സന്തോഷം മാത്രം പങ്കിട്ട് കൊടുത്ത് പുഞ്ചിരിക്കുന്ന ഒരു മുഖമായി അവരെയും സ്വാഗതം ചെയ്ത് സ്വീകരിച്ച് മറ്റുള്ളവർക്ക് ഒരിക്കലും ഭാരം ദുഃഖം കൊടുക്കാതെ സന്തോഷം മാത്രം പകർന്നു കൊടുത്ത വാത്സല്യ അമ്മച്ചി ഭാഗ്യവതിയായിരുന്നു. എന്നെപ്പോഴും തന്നെ സന്തോഷവും പ്രമോദവും കർത്താവായിരുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്.
വേദനയും ദുഃഖവും ഉണ്ടെങ്കിലും വളരെ പ്രത്യാശയോടെയും അഭിമാനത്തോടെയാണ് ഞങ്ങളുടെ അമ്മച്ചിയുടെ ശരീരത്തിൽ ഞങ്ങളെ യാത്രയപ്പ് നൽകുന്നത്. തോറ്റുപോകാത്തൊരു ജീവിതത്തിന് നല്ലുടമയായിരുന്ന അഭിമാനത്തോടെ എന്ന് പകൽ വിളിച്ചു പറയുവാൻ ഒരു സഭാപാസ്ന്നുള്ള നിലയിൽ എനിക്ക് അഭിമാനമുണ്ട്. ഇരവേറൊരു ദൈവസഭയ്ക്ക് വിലപ്പെട്ട കുടുംബം, വിലപ്പെട്ട അമ്മച്ചി, കർത്താവിന് വിലപ്പെട്ട ദാസന്മാർ ഈ ഭൗതിക ശരീരം ഈ സെമിത്തേരിയാകുന്ന വയലിൽ വിതയ്ക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ പ്രത്യാശയും ധൈര്യവും അഭിമാനവും ഉണ്ട്. അമ്മച്ചി വീണ്ടും കാണാവുന്നുള്ളൂ. യുവാക്കളെ നിർപ്പിക്കുന്നില്ല. ശ്രേഷ്ഠമായ ജീവിതമായിരുന്നു, ഭാഗ്യകരമായ അനുഭവമായിരുന്നു. സംബന്ധിക്കുന്ന സകലർക്കും ആ ഒരു ഭാഗ്യം വീണ്ടും ലഭിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അമ്മച്ചി പൈസ നമുക്ക് പങ്കിട്ട് തന്നു പോയ ആ മാതൃക നമുക്ക് ഏവർക്കും വീണ്ടും പ്രചോദനമായി തീരട്ടെ, അനുഗ്രഹമായിരിക്കട്ടെ. ദർശകോടിൽ ഇന്ത്യയിലും ഒരു സഭയുടെയും സെന്ററിന്റെയും ഒരുക്കി കൂടിയുള്ള പ്രത്യാശയങ്ങള് എല്ലാ കുടുംബാംഗങ്ങളെ അറിയിക്കുന്നു. തുടർന്നുള്ള ആശുഷകള് ബഹുമാന്യനായ മോലിസ് പാസ്റ്റർ നിർവഹിക്കുന്നതായിരിക്കും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. കാണാമേ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും വന്ദനം. കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ, കർത്താവിന്റെ ദാസൻ തോമസൻ പ്രിയരെ, കുടുംബങ്ങൾ, പ്രിയപ്പെട്ടവർ, കടന്നുവരിക്കുന്നില്ല പ്രിയദാസന്മാർ, കുടുംബാംഗങ്ങൾ, ഈ കുടുംബത്തോട് ബന്ധപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരും, സഹോദരന്മാരെയും സഹോദരിമാരെയും, കർത്താവിന്റെ പേരിൽ അധ്വാനിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുന്നു. കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ വിജയകരമായൊരു ക്രിസ്ത്യ ജീവിതം നല്ലൊരു അന്ത്യം പ്രാപിച്ച പ്രിയമാതാവ് ഞങ്ങളിവിടെ ശുശ്രൂഷ നടത്തുമ്പോൾ നല്ല തികഞ്ഞ പ്രാഗൽഭ്യത്തോടെ ശുശ്രൂഷിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് ബലം നൽകുന്നത് ഈ പ്രിയമാതാവിൻ്റെ ജീവിത കാലഘട്ടത്തെക്കുറിച്ച് അറിയുന്നത് കൊണ്ടാണ്. തൻ്റെ ജീവിതം ഒരിക്കലും ഒരു പരാജയമായിരുന്നില്ല. താൻ ഏറ്റവും കൂടുതൽ ദൈവരാജ്യത്തിന് വേണ്ടി സമ്പാദിക്കുകയും ദൈവരാജ്യത്തിന് വേണ്ടി ദാനം ചെയ്യുകയും ചെയ്ത എന്ന് പറഞ്ഞാൽ തൻ്റെ നന്മകൾ മാത്രമല്ല, തൻ്റെ തലമുറകളെ ദൈവരാജ്യത്തിന് വേണ്ടി വളർത്തിയെടുത്തു എന്നുള്ളതാണ് ഈ മാതാവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രാധാന്യം. തൻ്റെ മക്കൾ ഒരെണ്ണം പോലും കൃപ വിട്ടുപോകാനിടയാകാതെ, പരാജയപ്പെടാനിടയാകാതെ, കൊച്ചുമക്കൾ അവരൊക്കെ ഈ ദൈവരാജ്യത്തിൻ്റെ മുതൽക്കൂട്ടായി തീർന്നു എന്നുള്ളതാണ് ഞാൻ സന്തോഷത്തോടെ ഓർക്കുന്നത്. കാരണം ഈ ഭൗമിക കെട്ടുപണികളെല്ലാം നമ്മളെ വിട്ട് മാറിപ്പോകും. മനുഷ്യ ജീവിതത്തിൽ രണ്ട് ഘടകമുണ്ട്. ഒന്ന് ഭൗമ ജീവിതവും മറ്റൊന്ന് ആത്മജീവിതവും. തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ആത്മജീവിതമായി. നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന് സ്തോത്രം ചെയ്യാൻ കഴിയത്തക്കവണ്ണം നല്ലൊരു ജീവിതാന്ത്യം പ്രാപിച്ച പ്രിയ മാതാവിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് മഹത്വം കരയട്ടെ. എല്ലാവരും ഇതൊരു സ്തോത്രം, ഒരു ഹല്ലേലൂയ. ഈ ശുശ്രൂഷ ജയിച്ച ഒരാളുടെ ശുശ്രൂഷ, പൂർത്തീകരിച്ച ഒരാളുടെ ശുശ്രൂഷ. ഈ ശുശ്രൂഷ പ്രൈസ് ദി ലോർഡ് ഒരു പരാജയത്തിന്റെ പാട്ടല്ല ഇവിടെ പാടുന്നത്, ജയത്തിന്റെ പാട്ടാണ്.